ആദ്യം ഇത് നിയന്ത്രിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് തന്നെ അത് നിർദ്ദേശം നൽകുന്നവരിൽ നിന്ന് തന്നെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം സ്കൂള് വിട്ട് ബെല്ലടിച്ച് വീട്ടിൽ എത്തുമ്പോഴാണ് നമ്മളെ മേലുദ്യോഗസ്ഥന്മാരെ വിവരം ഹെഡ് മാസ്റ്റർ നമ്മൾ അറിയിക്കുക. ഒരു മണിക്കൂർ മുമ്പ് കിട്ടിക്കണമെങ്കിൽ ആ കുട്ടികളെ അറിയിക്കാമായിരുന്നല്ലോ നേരെ, അല്ലേ? അതെന്താ അത് ആ സമയബോധം എന്തല്ലാത്തത്? അത് പ്ലാൻ ചെയ്യണമെന്ന് നമ്മളോട് പറയുമ്പോഴും ആ പ്ലാൻ മുകളിൽ നിന്നുണ്ടാവുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് അവിടെ നിന്ന് പരിഹരിക്കുക എന്നതാണ്, അതിൻ്റെ മുരട് വെട്ടുക എന്നതാണ് ഇതിന് ശാശ്വത പരിഹാരം. പക്ഷെ അത് പെട്ടെന്ന് സംഭവിച്ചു കൊള്ളണം എന്നില്ല. അത് പെട്ടെന്ന് സംഭവിച്ചു കൊള്ളണം എന്നില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ നിയമമുണ്ട്, പിന്നെ ഈ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് പിഴ വരെ ചുമത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. ഫ്രാൻസിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, സ്പെയിനിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ചിലിയിലുണ്ട്, അയർലൻഡിലുണ്ട്, ഗ്രീസിലുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ബന്ധങ്ങൾ പാടില്ല, അത് ചെയ്താൽ പിഴ ഉണ്ട് എന്നുള്ള. കാരണം അതെന്താ വെച്ചാൽ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണത്. അപ്പോൾ അതും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് തന്നെ. അപ്പോഴേ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഈ നിയമമൊന്നും കാത്തിരിക്കാതെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരും കൂടിയിട്ടൊരു ധാരണ ഉണ്ടാക്കി ഈ ഓൺലൈനിലെ എന്ത് ചെയ്യണം, നമ്മുടെ വ്യക്തിജീവിതം സ്കൂളിനെയും ബാധിക്കാത്ത രീതിയിൽ ഒന്ന് ക്രമീകരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമുക്കൊരു സ്വസ്ഥതയും സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. സ്കൂൾ സമയം കഴിഞ്ഞാൽ അത് നമ്മുടെ സമയമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലെത്തിയാൽ അത് സ്കൂളിൻ്റെ സമയമാണ്. ആ രീതിയിലേക്കുള്ള ഒരു ബൗണ്ടറി നിശ്ചയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്.